അപ്പോൾ ഇന്ന് പണിയും പണി സൈറ്റും കാണിച്ചു തരാം. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കടയിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ പണി സൈറ്റിലോട്ട്. നേരത്തെ തന്നെ കൂട്ടുകാർ വർക്കെടുത്ത സൈറ്റിലോട്ടാണ് ഞാനും വന്നത്. കാണുമ്പോൾ തന്നെ അറിയാലോ, പണി വെൽഡിംഗ് ആണ്. ഇവിടെ ഞാനും കൂടെ കൂട്ടി 4 പേരാണുള്ളത്. നിലവിൽ ഇവിടെ 2 പണിയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. കാർ പോർച്ചിൽ ഒരു സ്റ്റോർ റൂം പണിയണം, തൊട്ടപ്പുറത്ത് ഒരു പട്ടിക്കൂട് പണിയണം. ഇപ്പോൾ രണ്ടുപേർ വെച്ച് സ്പ്ലിറ്റായി. രാവിലെ തന്നെ മഴയ്ക്ക് ചാൻസ് ഉണ്ടായാലും ചൂടിനൊരു കുറവില്ല. സ്റ്റോർ റൂം പണിയാൻ ഞാനും വിശാലനും, പട്ടിക്കൂട് പണിയാൻ ശ്രീയും കൊച്ചുവായും. എന്തായാലും മഴക്കോളൊക്കെ മാറി സൂര്യൻ തലയ്ക്ക് വേണ്ടി എത്തി. എന്തായാലും സ്റ്റോർ റൂമിൻ്റെ അളവൊക്കെ എടുത്ത് ഞങ്ങൾ എന്തായാലും പണി സ്റ്റാർട്ടാക്കി. മെയിനായിട്ട് ഇന്ന് തന്നെ തീർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പണി പാളും. പണിയൊക്കെ നല്ലപോലെ നടക്കുന്ന സമയത്ത് കാലാവസ്ഥ മാറി തുടങ്ങി. കൂടെ മഴയും പെയ്തു. മഴ ഇപ്പം നിൽക്കുമെന്നും തോന്നുന്നില്ല. മഴ തീരാതെ പണിയാനും പറ്റത്തില്ല. അപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. വീട്ടിൽ നിന്നാരും ചോറ് കൊണ്ടുവരാത്തതുകൊണ്ട് വിശാലം പോയി 4 പേർക്ക് ഊണും മേടിച്ചുകൊണ്ട് വന്നു. പെട്ടെന്ന് ചോറും കഴിച്ച് തീർത്തിട്ട് ഞാനീ പോകുന്നത് അവിടുത്തെ മീൻകുളം കാണാനാണ്. വീടിനോട് ചേർന്ന് ഇത്രയും വലിയൊരു മീൻകുളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഫുഡ് കഴിച്ച് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നേരെ പണിയിലോട്ട്. ഇന്ന് തന്നെ തീർത്ത് കൊടുക്കേണ്ട പണിയായതുകൊണ്ട് എപ്പോഴും ഫോണും പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പണി ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് വീട്ടുകാർ പറയുന്നത് അടുക്കളയിലോട്ടിടെ ഒരു ബെഞ്ചൂടെ പണിത് തരാം. വിശാലണ്ണ എന്തായാലും 10 മിനിറ്റ് കൊണ്ട് ബെഞ്ചൊക്കെ പണിത് കഴിഞ്ഞു. അപ്പോഴാണ് പണിക്കുള്ള ബാലൻസ് സാധനങ്ങൾ വന്നത്. സ്റ്റോർ റൂമിനടിക്കുള്ള വീബോർഡുകളും ബാക്കിയുള്ളതിനുള്ള പൈപ്പുകളും. എത്ര വല്ല മഴയാന്ന് പറഞ്ഞാലും പണിയൊക്കെ തീർത്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പണിത് രാത്രിയായി. പിന്നെ പട്ടിക്കൂടും സ്റ്റോറൂമൊക്കെ ഏകദേശം തീരാറായി. രാത്രിയിലെ വെൽഡിംഗ് പണിക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുപോകാനുള്ള ചാൻസ് കൂടുതൽ. ശ്രീയുടെ ഐഡിയയാണ് കൂട് തുറക്കാൻ തന്നെ പുറത്തുനിന്ന് തന്നെ പട്ടിക്ക് ഫുഡ് കൊടുക്കാനുള്ള ഈ പരിപാടി. എന്തായാലും ഇപ്പോൾ 9 മണിയായി. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി പണിയും കൂടെ ചെയ്യാൻ. അങ്ങനെ പട്ടിക്കൂടും തീർത്ത് അവരും ഞങ്ങളുടെ കൂടെ വന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ പണി തീർത്തു. അപ്പോഴത്തേനും സമയം രാത്രി 12 മണിയായി. അപ്പോൾ എങ്ങനെയുള്ള വെൽഡിംഗ് പണിയായാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം.